ഹലോ, അഡ്ജസ്റ്റ്മെൻറ്റ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിജ്ഞ. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ആക്രിലിക് പെയിൻറ്റിങ് ട്യൂട്ടോറിയൽസും സെഷൻസും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് കുറച്ചൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ നമ്മൾ ഓൾറെഡി വാട്ടർ കളർ പെയിൻറ്റിങ് സെഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിക്കൊരു വീഡിയോ ചെയ്യാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ആ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാ പ്രോബ്ലംസും ഫേസ് ചെയ്തോളുന്നില്ല, പക്ഷെ ഇതിനകത്ത് ചിലതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കുറേ പേര് എനിക്ക് നിങ്ങളെ വർക്ക്സ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. അത് കാണാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സജഷൻസ് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സാധാരണ സജഷൻസ് ഞാൻ മെസ്സേജ് ചെയ്യാറ് അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് അയച്ചു തരലാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളെ വർക്ക്സിൽ നിന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നാൽ കുറച്ചും കൂടി നന്നാവുന്ന തോന്നിയ കുറച്ച് പ്രോബ്ലംസ് ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസും ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ചാനലിൽ ഓൾറെഡി ആക്രിലിക് പെയിൻറ്റിങ്, വാട്ടർ കളർ പെയിൻറ്റിങ് ട്യൂട്ടോറിയൽസും സെഷൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതേപോലെ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും അതിന് റെസ്പോണ്ട് ചെയ്യും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ പ്രോബ്ലംസും സൊല്യൂഷൻസ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രോബ്ലംസ് നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് അതേ ടെക്സ്ചറാണ് വേണ്ടത്. അതായത് നമ്മൾ തെറ്റായ രീതിയിൽ നിന്നൊന്നും ഇല്ല ആക്ച്വലി. പ്രോബ്ലംസ് അല്ലെങ്കിൽ നമുക്ക് ചില സ്ഥലത്ത് വേണ്ടതല്ല നമുക്ക് ചില സ്ഥലത്ത് കിട്ടുക. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പെയിൻറ്റിങ് അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് അത് തെറ്റാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയില്ല. പക്ഷെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. അത് നിങ്ങൾക്ക് ബാക്കി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് ബ്രഷിൽ ഇത്തിരി വെള്ളം, അതായത് നമ്മൾ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് വെറ്റാക്കാനുള്ള വെള്ളമാക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് പേപ്പറിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടി പിഗ്മെൻറ്റ്സ് കൂട്ടിയിട്ട്, അതായത് വെള്ളം തീരെ കുറച്ച് ഓൾമോസ്റ്റ് ഡ്രൈ ബ്രഷ് പോലെ നമ്മൾ പെയിൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിതിനകത്ത് കണ്ടു, ഇതിനകത്ത് ഒരു യൂണിഫോമിറ്റി ഒന്നുമില്ല, അവിടെയും ഇവിടേക്കായിട്ടാണ് വന്നത്. പക്ഷേ നമുക്കിങ്ങനെയല്ല വേണ്ട, ഒരു പ്ലെയിൻ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കാണിച്ച പോലെ ആദ്യം പേപ്പറിനെ നല്ലപോലെ വെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് പിഗ്മെൻറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവും, നമ്മളെ കളേഴ്സ് ഒക്കെ നല്ലപോലെ ബ്ലീഡായി ബ്ലെൻഡ് ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്കൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടും. അത് നിങ്ങൾക്ക് ഇവിടെയും അവിടെയും ചെയ്തതിൻ്റെ ഡിഫറൻസ് കാണാമല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് എഡ്ജ്. അപ്പോൾ ഹാർഡ് എഡ്ജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ബേസിക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഹാർഡ് എഡ്ജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടു, ഇപ്പോൾ ചെയ്ത ആ ഒരു പാച്ചിന് നമ്മളൊരു വൈറ്റ് ഷീറ്റിലാണ് ചെയ്തത്. അപ്പോൾ വൈറ്റ് ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ ബ്ലൂ ചെയ്തപ്പോൾ അതിന് നല്ലൊരു ഡാർക്ക് ബോർഡർ വന്നില്ലേ, ആ ബോർഡർ ഉള്ളതിനെ കൊണ്ടാണ് അതിന് ഹാർഡ് എഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഹാർഡായിട്ട് നമുക്ക് ആ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു എഡ്ജ് ഉണ്ട്. അതേസമയം അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്തിട്ട് ജസ്റ്റ് കളറിനെ കുറച്ചും കൂടി നമ്മൾ ആദ്യം കളറിനെ അപ്ലൈ ചെയ്തു, അതിനുശേഷം കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് അതിനെ കുറച്ചൊന്ന് ബ്ലെൻഡാക്കി സ്പ്രെഡ് ചെയ്തു. അപ്പോൾ എന്താ, അത് സോഫ്റ്റ് എഡ്ജായി. അതായത് അതിനൊരു ഡെഫിനിഷൻ ഇല്ല, അതായത് അങ്ങോട്ടിങ്ങനെ ദൂരെ നീണ്ടു കിടക്കുന്ന പോലെയാണ് അത് വന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ സോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. അതായത് അതിന് ഡെഫിനിഷൻ ഇല്ല, അത് നല്ലപോലെ ബ്ലെൻഡായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് നല്ല ബ്ലെൻഡായിട്ട് സ്മൂത്ത് ആയിട്ടാണ് ഉള്ളത്. ഇനി ഹാർഡ് എഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇത് നേരത്തെ ചെയ്ത അതേ ബ്ലൂ പീസിൻ്റെ മുകളിൽ ബ്ലൂ അടിച്ച് വെച്ചില്ലേ, ഹാർഡ് എഡ്ജ് എന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത പീസിൻ്റെ മുകളിൽ അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും ഞാൻ ആ കളർ അപ്ലൈ ചെയ്യുകയാണ്. അത് പക്ഷേ ഞാൻ അവിടെ ഇവിടെ ആയിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ആ അപ്ലൈ ചെയ്ത സാധനത്തിന് നല്ലൊരു ബോർഡറായിട്ട് ഡിഫൈൻഡ് ആയിട്ട് അവിടെ വന്ന് കിടക്കുന്നത് കണ്ടോ, ജസ്റ്റ് കലകല പോലെ. അതാണ് ഹാർഡ് എഡ്ജ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ ചില സ്ഥലത്ത്, അതായത് ഇപ്പോൾ ഈ എൻ്റെ ഒരു പെയിൻറ്റിങ്ങിൽ കണ്ടോ അതിനകത്ത് ഒരുപാട് ഹാർഡ് എഡ്ജസ് ഉണ്ട്, പക്ഷേ അടുത്ത പെയിൻറ്റിങ്ങിൽ കണ്ടോ അതിലില്ല. അപ്പോൾ നമുക്ക് വേണ്ട, അതായത് നമ്മൾ ഓരോ ടെക്നിക്ക് അല്ലെങ്കിൽ ഓരോ രീതി ഓരോ പെയിൻറ്റിങ്ങിനും വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് ഏതാണ് നമുക്ക് വേണ്ടതെന്നനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരുപാട് വെള്ളം ഇതുപോലെ ഒരിക്കലും കോരി ഒഴിക്കരുത് നമ്മൾ പേപ്പറിനകത്തേക്ക്. അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ കളറാക്കി കഴിഞ്ഞാൽ കണ്ടോ അത് ബ്ലീഡ് ആവോ ബ്ലെൻഡ് ആവോ ഒന്നുമില്ല, ജസ്റ്റ് വെള്ളത്തിൽ പെയിൻറ്റ് ഇങ്ങനെ പൊങ്ങിക്കിടക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം അപ്പുറത്തെ സൈഡ് കണ്ടോ നമ്മൾ ജസ്റ്റ് പേപ്പറിനെ ജസ്റ്റ് ഒന്ന് വെറ്റാക്കുക, അതായത് നമ്മൾ ബ്രഷിനെ വെള്ളത്തിൽ മുക്കിയെടുത്തു, അപ്പോൾ ഒറ്റ ഡിപ്പിലെടുത്തു. അപ്പോൾ അതിനകത്ത് എത്ര വെള്ളം ഉണ്ടാവും ആ വെള്ളം മതി നമുക്ക് ഒരു സ്ഥലത്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു സ്ഥലത്ത് ഒരു ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയ സ്പ്രെഡ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്.
അപ്പോൾ അതിന് അത്രയും അത്രയും വെള്ളം മാത്രം മതി. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ സ്പ്രെഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പേപ്പർ അപ്പം തന്നെ അബ്സോർബ് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ലെയറിങ് ചെയ്യുമ്പോൾ, ഞാൻ എപ്പോഴും പറയും റിയലിസ്റ്റിക് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ കളറിലാണെങ്കിൽ നമ്മൾ ലെയറിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെയറിങ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ബേസ് അടിച്ചു. നമ്മൾ ബേസ് അടിച്ചു കഴിഞ്ഞ് ഞാൻ രണ്ട് സൈഡിലും, അതായത് പ്രോബ്ലംസിലും മറ്റേതിലും ഞാൻ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞിട്ട് രണ്ടിനും ഒരേപോലെ തന്നെ ഡ്രൈ ആക്കാൻ വെച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് രണ്ടാമത്തെ ലെയർ കൊടുക്കുന്നത്. അതിനെ വെറ്റ് ചെയ്യാണ്ടൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് പെയിൻ്റ് എടുത്തിട്ട് അതിനകത്ത് കൊടുത്തു, അത്രേ ചെയ്തുള്ളൂ. പക്ഷേ അപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഒന്നുകൂടി വെറ്റ് ചെയ്യാണ്. നമ്മൾ കംപ്ലീറ്റ് ആദ്യം വെറ്റ് ചെയ്ത പോലെ തന്നെ വീണ്ടും കംപ്ലീറ്റ് ഏരിയ വെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു ഇവിടെ വന്നത് ഭയങ്കര ഒരുപാട് ഹാർഡ് എഡ്ജസ് ആയിട്ടാണ് ഇവിടെ വന്നത്, ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ വന്നത്. റൈറ്റ് സൈഡിൽ പക്ഷേ അങ്ങനെയല്ല, കംപ്ലീറ്റ് ബ്ലെൻഡായിട്ടും ബ്ലീഡിനായിട്ടാണ് വന്നത്. ഇപ്പം നമ്മൾ പോർട്രേറ്റ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫേസിൽ പല ഷെയ്ഡ്സ് വേണ്ടി വരും. അപ്പോൾ പല ഷെയ്ഡ്സ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മറ്റേമാതിരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹാർഡ് എഡ്ജസ് വന്നിട്ട് മുഖം ഭയങ്കര റഫായിപ്പോൾ ഒരു സ്മൂത്ത് ടെക്സ്ചർ വരില്ല മുഖത്ത് ഫേസ് ചെയ്യുമ്പോൾ. ഇനി വേറൊരു എക്സാമ്പിൾ, നമുക്ക് എന്തുകൊണ്ടാണ് സോഫ്റ്റ് എഡ്ജസും വേണം ഹാർഡ് എഡ്ജസും വേണം, രണ്ടും ഹാർഡ് എഡ്ജസ് തീരെ വേണ്ട അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് എല്ലാം ഓരോന്നിനും ഓരോ യൂസാണ്, അങ്ങനെയാണ് അത് വരുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു റോസ് നമ്മൾ വരച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിന് ഈ പെറ്റൽസ് നല്ല ഡിഫൈൻഡ് ആയതിനെ കൊണ്ടാണ് അത് റോസ് ആയിട്ട് തോന്നുന്നത്. ഇൻസ്റ്റെഡ് ഞാൻ അതിന് പകരം അതിനെ കുറച്ച് സോഫ്റ്റ് ആക്കുകയാണ്, അതായത് ഹാർഡായിട്ട് വന്ന അല്ലെങ്കിൽ ആ എഡ്ജസ് വന്നതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ റിസൾട്ട് കണ്ടു. അപ്പോൾ ആ പെറ്റൽസ് ഒന്നും കാണാത്തതിനെ കൊണ്ട് ആ ഫ്ലവറിനൊരു ഡെഫിനേഷൻ ഇല്ല. കുറച്ചും കൂടി നേരത്തെ അല്ലേ കുറച്ചും കൂടി ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തോന്നിയത്, ഇപ്പം അതില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കേസിൽ, അതായത് നമ്മൾ മെയിൻ ഒബ്ജക്റ്റായിട്ട് ചെയ്യുമ്പം അതിനൊരു ഹാർഡ് എഡ്ജ് അല്ലെങ്കിൽ അതിന് കോർണർ ഉണ്ടാകുന്നത് നല്ലതാണ്. വീണ്ടും നിങ്ങൾക്ക് ഞാനൊരു റോസിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഈ റോസും ഇപ്പുറത്തുള്ള നമ്മൾ സോഫ്റ്റ് ആക്കിയ റോസും ഹാർഡ് എഡ്ജസ് ഉള്ള റോസും നമ്മൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കുറേ കൂടി പെറ്റൽസിന് എന്തായി ഡെഫിനിഷൻ വരും. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് കുറച്ചും കൂടി ലൈഫ് വരും. അത് ലീഫ് ചെയ്യുന്നതൊക്കെ അതേപോലെ തന്നെ അതിന് ഹാർഡ് എഡ്ജ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എഡ്ജ് ഉള്ളതിനെ കൊണ്ടാണ് അത് ലീഫായി തോന്നുന്നത്. അതിൻ്റെ അല്ലെങ്കിൽ എല്ലാ ചുറ്റുമുള്ള എഡ്ജ് ഫുള്ള് നമ്മൾ സോഫ്റ്റ് ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്ലേഡ് ആയിട്ടേ വരുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യുമ്പം വൈറ്റിനെ വൈറ്റാക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു, ഈ റോസിൻ്റെ ഓരോ പെറ്റലും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ആ വൈറ്റ് സ്പേസ് വന്നതിനെ കൊണ്ടാണ്. അപ്പോൾ വൈറ്റ് സ്പേസ് അല്ലെങ്കിൽ ഹൈലൈറ്റുകൾ വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ നമ്മൾ വൈറ്റാക്കി തന്നെ വിടണം. ഓക്കെ, ഇനി നമ്മൾ ഒരു പാച്ച് ഇതേപോലെ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു പാച്ചിൻ്റെ മുകളിൽ നമ്മൾ ഡ്രൈ ആവാതെ, അതായത് ഫസ്റ്റ് ലെയർ മതിയാക്കി ഡ്രൈ ആവാതെ ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ചെയ്യാണ്. അപ്പം കണ്ടോ നമ്മൾ എന്തുണ്ടായി, അതിനകത്ത് കൊടുത്ത ഡീറ്റെയിൽ ഫുള്ള് ഡിസ്പേഴ്സ്ഡ് ആയിപ്പോയി. അതായത് അതിനൊരു ഡെഫിനിഷൻ ഇല്ലാണ്ടായി, ഭയങ്കര ബ്ലെൻഡഡ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്, അതായത് കളേഴ്സ് സ്പ്രെഡ് ആയിപ്പോയി. ഇപ്പം നമ്മൾ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് ചെയ്യുന്ന പോലെ നമ്മളൊരു പാറ്റേൺ നല്ല ഷാർപ്പായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ച പാറ്റേൺ എല്ലാം കൂടി പരന്നു പോയ പോലെ ആയി. ഇനി അതേസമയം നമ്മൾ രണ്ടാമത്തെ ഒരു ലെയർ നമുക്ക് ഡിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ടൊരു ഒബ്ജക്റ്റാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യത്തെ ലെയർ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷമേ നമ്മൾ അടുത്ത ലെയർ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കളർ കൊടുത്തിട്ട് അയ്യോ അത് ഈ കളർ അല്ല എന്ന് പെട്ടെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ കാണിച്ച പോലെ ജസ്റ്റ് തുണീനെ കൊണ്ട് ഒപ്പുക എന്ന് വിചാരിക്കുക. എത്ര ഒപ്പിയാലും ചെറിയൊരു ഷെയ്ഡ് കണ്ടോ, ബ്ലൂ ഷെയ്ഡ് അവിടെ വന്ന് കിടക്കുന്നുണ്ടോ ബാക്കി, അങ്ങനെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അങ്ങനെ തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കുറച്ചും കൂടി വെള്ളം ഉപയോഗിച്ച് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിനൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ തുണി വെച്ചിട്ട് ഒപ്പുക. കണ്ടോ ഇപ്പം റിസൾട്ട് എന്താണെന്ന് കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബ്ലൂ ഷെയ്ഡോ അങ്ങനെയൊന്നും വന്നിട്ടില്ല, ജസ്റ്റ് ആ കളർ അതുപോലെ നല്ലപോലെ പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റ് പറ്റുമോ അങ്ങനെ ഇത് ചെയ്തിട്ട് കറക്ഷൻ ചെയ്യണോ അല്ലെങ്കിൽ പെട്ടെന്ന് കളർ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു പാച്ച് ഗ്രീൻ കളർ, ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ കളറിൽ പാച്ചസും അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെത്തേഡും അതിനൊന്നെങ്കിൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ കറക്ഷനായിട്ടാണ് അപ്പുറത്ത് വരുന്നത്. അപ്പോൾ രണ്ടും ഒരേ സാധനത്തിൻ്റെ രണ്ട് രീതിയായിട്ടാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് റൈറ്റിങ്സ് ഒക്കെ ഇപ്പോൾ ഇതിനകത്ത് ഭയങ്കര ചെറുതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മര്യാദയ്ക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മളെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത് നമ്മൾ
നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഗ്രീൻ പാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാച്ചിൽ നമ്മൾ ഒരു പാച്ചിൽ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള പാച്ചിനകത്തുള്ള ലീഫ് വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ലീഫ് വരച്ചിട്ട് ഞാൻ അതിൻ്റെ എല്ലാ കോർണറും അല്ലെങ്കിൽ എല്ലാ സൈഡും ജസ്റ്റ് സ്മൂത്ത് ആക്കി, അതായത് അതിനൊരു ഡെഫിനേഷൻ ഇല്ലാണ്ടാക്കി, ഹാർഡ് എഡ്ജ് വേണ്ട എന്നുള്ള രീതിക്കാക്കി. അപ്പം നിങ്ങൾ കണ്ടോ, അതിനകത്ത് നമ്മൾ വരച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ കാണുന്നില്ല, ഡിഫൈൻഡ് അല്ല, ലീഫാണെന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ നമുക്ക് ഇതേ ടെക്നിക്ക് യൂസ് ചെയ്യാം. എന്തിന്? നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബ്ലേർഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇൻസ്റ്റെഡ് ഞാൻ റൈറ്റ് സൈഡിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ലീഫിനെ എടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ ലീഫിനൊരു ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യത്തെ ലെയർ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ഗ്രീൻ കളർ യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഗ്രീനാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഗ്രീൻ കളർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഡീറ്റെയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ എടുത്തിട്ട് ഡീറ്റെയിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുമ്പം സോഫ്റ്റ് ആക്കാതിരിക്കുക. അപ്പോൾ സോഫ്റ്റ് ആക്കണമെന്ന് നിങ്ങൾക്കറിയാലോ, കുറച്ച് വെള്ളം കൂട്ടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും. ഇതേപോലെ നമ്മൾ വേറൊരു ഹാർഡ് എഡ്ജുള്ള റോസ് ചെയ്യണം. അപ്പോൾ റോസ് ഇങ്ങനെ ചെയ്യുന്നതിനും ഹാർഡ് എഡ്ജുള്ള റോസ് ചെയ്താലും സോഫ്റ്റ് എഡ്ജുള്ള റോസ് ചെയ്താലും, അതായത് ടുവേർഡ്സ് ദ എൻഡ് എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, 2 ടൈപ്പ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലുള്ളത് ഹാർഡ് എഡ്ജസ് ഉള്ള റോസും, റൈറ്റ് സൈഡിൽ ഇപ്പോൾ ചെയ്യുന്നത് ആദ്യത്തെയൊക്കെ കുറച്ച് നല്ല ഡെഫിനിഷനുള്ള പെറ്റൽസ് ആക്കിയിട്ട് അവസാനത്തേക്ക് എനിക്ക് കുറച്ച് സോഫ്റ്റ് ആക്കണം. ഇപ്പോൾ ഇൻ കേസ് ഞാൻ ഫുൾ വരച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് സോഫ്റ്റ് ആക്കേണ്ടതെന്നുള്ള, ഞാൻ എന്ത് ചെയ്യണം, ആദ്യം കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത വാട്ടർ കളറല്ലേ, നമ്മൾ കുറച്ചും കൂടി വെള്ളമാക്കി കഴിഞ്ഞാൽ അത് കളറ് ഇളകി വരും. അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡിഫൈൻഡ് ആയിട്ടുള്ള എഡ്ജൊക്കെ സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാമല്ലോ, അതാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ വേറൊരു തെറ്റ് നമുക്ക് പറ്റുകയെന്ന് പറയുമ്പോൾ നമ്മളൊരു കളർ മനസ്സിൽ വിചാരിക്കും, പക്ഷെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അസംഷനിലൊക്കെ ചെയ്ത് അടിക്കുമ്പോൾ വേറൊരു കളറായിപ്പോയി. അപ്പോൾ ഇനി ആ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ എവിടെയാണ് വിഷയമാവുക. ലാൻഡ്സ്കേപ്പ് ഒന്നും ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരില്ല, നമുക്ക് ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വന്നാലും വലിയ സീൻ വരില്ല. പക്ഷെ നമ്മൾ പോർട്രേറ്റ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളർ ചെറുതായിട്ട് മിക്സ് ചെയ്ത് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പോർട്രേറ്റ് കംപ്ലീറ്റ് ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ചെറിയ ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു പേപ്പർ കൈ കരുതുക. സാധാ പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറിൻ്റെ ഒരു ചെറിയ കഷ്ണം ആവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനത്തെ ഒരു പേപ്പറിനകത്ത് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക, കളർ മിക്സ് ചെയ്തത് ഇതുതന്നെയാണോ നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മളെ പെയിൻറ്റ് ബ്രഷിൽ എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. പക്ഷെ നമുക്കൊരു ഷാർപ്പായിട്ടൊരു ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് വെള്ളം ബ്രഷിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തിൻ ലൈൻ കുറച്ച് തിക്കായി പോവും. അപ്പോൾ അത് നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾമോസ്റ്റ് വെള്ളം കളഞ്ഞിട്ട്, അതായത് തീരെ വെള്ളാത്ത രീതിക്ക് എന്ന് പറയില്ല, ജസ്റ്റ് ആ പെയിൻ്റ് അടന്ന് ഒന്ന് ബ്രഷിലേക്ക് കയറാൻ മാത്രമുള്ള വെള്ളം, അതായത് നമ്മൾ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുണി തുടച്ചിട്ടാണ് നമ്മൾ പെയിൻ്റ് എടുക്കുന്നത്. അപ്പോൾ പെയിൻ്റ് എടുക്കുമ്പോൾ അപ്പോൾ ബ്രഷിൽ അധികം വെള്ളം ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ടിപ്പ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഷാർപ്പായിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ കിട്ടുന്നത്. ഇനി ഫൈനലി നമ്മൾ ലാസ്റ്റ് ടിപ്പ്, അതായത് വാട്ടർ കളർ പെയിൻറ്റിങ്ങിൽ നമ്മൾ ചെയ്യുമ്പം എപ്പോഴും ലൈറ്റ് ടു ഡാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന പോലെ ആദ്യം തന്നെ ഡാർക്ക് കളർ പോയി അടിച്ചിട്ട് പിന്നെ നമുക്ക് അതിനകത്തുള്ള ഹൈലൈറ്റും ഷെയ്ഡുകളൊക്കെ വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ലൈറ്റ് ഷെയ്ഡ് അടിച്ചിട്ട് അതിനകത്തേക്ക് ഡാർക്ക് ആക്കി കൊണ്ടുവരുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം വാട്ടർ കളറിലൊന്നും നമുക്ക് ഒരു കറക്ഷൻസും ചെയ്യാൻ പറ്റില്ല, ആക്രിലിക് പോലെയല്ല. ആക്രിലിക്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ചേഞ്ചസ് വരുത്താം, പക്ഷേ വാട്ടർ കളറിൽ നമുക്കൊരു ചേഞ്ചസ് വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പം എപ്പോഴും ലൈറ്റ് ടു ഡാർക്ക് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഹൈലൈറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇത്രയും ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതല്ല. പക്ഷേ വെള്ളം പൂൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും പേപ്പറിലേക്ക് എടുത്തൊഴിക്കരുത്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല, നമുക്ക് വേണ്ട റിസൾട്ട് അല്ല കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ ലെയറിംഗ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയർ നല്ലപോലെ ഡ്രൈ ആവാതെ സെക്കൻഡ് ലെയർ പോയി ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണെന്ന് അനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ ലെയറിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് ഡിസ്പേഴ്സ് ആയി പോകും. പക്ഷെ നമുക്ക് ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള റിസൾട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ പറയുകയാണ്, അത് ചിലപ്പോൾ ഇനി ആരും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളല്ല. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റിസൾട്ട് അല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാനിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും
ബൈ.